ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് ബേസിക് മാത്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ഇത് രണ്ടും നോക്കാം. ഫ്രാക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ, 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇംപ്രോപ്പർ ആൻഡ് മിക്സഡ്. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ അല്ലേ. ഫോർ എക്സാമ്പിൾ 3/7. ദിസ് ഈസ് ന്യൂമറേറ്റർ, ദിസ് ഈസ് ഡിനോമിനേറ്റർ. 3 ലെസ് ദാൻ 7 അങ്ങനെ വരുന്നതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. For example 7/5. Numerator is greater. In mixed fraction, 7 and 3/4. Whole number and proper fraction mix ചെയ്ത് വരും അല്ലേ. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ. നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡായിട്ട് കൺവേർട്ട് ചെയ്യാം, മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. 7/5. Convert into improper fraction. 7 and 2/5. This is a mixed fraction അല്ലേ. ഇംപ്രോപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. 7 into 5 plus 2 whole divided by 5. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 2 ആഡ് ചെയ്യുക. 7 into 5 35. 35 plus 2 37/5. ഇനി നോക്ക്, ഇതേപോലെ മിക്സഡ് തന്നിട്ട് അതിനെ ഇംപ്രോപ്പർ ആക്കുക. കൺവേർട്ട് ഇൻറ്റു മിക്സഡ് ഫ്രാക്ഷൻ. 17 divided by 5. Numerator is greater than denominator. നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ചെറിയ നമ്പറൊക്കെയാണ് ടേബിൾ വെച്ചും പറയാം. അപ്പം അത് നമ്മൾ എന്ത് എഴുതണം? കോഷ്യൻ്റ്. റിമൈൻഡർ ബൈ ഡിവൈസർ. വേറെ 81 divided by 7. നമ്മൾ എന്ത് ചെയ്യണം? 81 divided by 7. Here first digit is greater than this, so we take 1 time. 1 into 7 7. 1 bring down 1 time. ആദ്യം നമ്മൾ എന്ത് എഴുതണം? കോഷ്യൻ്റ്. റിമൈൻഡർ ബൈ ഡിവൈസർ. ഈ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. 11 into 7 77. 77 plus 4 81. അഡീഷൻ, സബ്ട്രാക്ഷൻ, കമ്പാരിസൺ ജസ്റ്റ് എല്ലാം ഒന്ന് പറയുക. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ആദ്യം അത് നോക്കാം. 7/15 3/15. നമുക്കിത് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ കമ്പയർ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്കാദ്യം നോക്കാം ന്യൂമറേറ്റർ ഏതാ വലുത്? 7 അല്ലേ. 7/15 ഗ്രേറ്റർ ദാൻ 3/. ഏതാണോ വലുത് അവിടോട്ട് ഓപ്പൺ ആയിട്ടിരിക്കും. സ്മോളിൻ്റെ അവിടെ ഡോട്ട്. പലർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ ആകുന്നതാണ് എങ്ങോട്ടാണ് ഈ സിമ്പിൾ ഇടുന്നത് എന്നുള്ളത്. 7/15 ഗ്രേറ്റർ ദാൻ. ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിൽ
15/19, 15/7. ഇങ്ങനെ ന്യൂമറേറ്ററാണ് വലുതെങ്കിൽ സെയിം എങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ ഏതാണോ ചെറിയ നമ്പർ വരുന്നത് അതാണ് വലിയ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതാം? 15/19 ലെസ് ദാൻ 15/. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതേതാണ് അതാണ് വലുത് അല്ലേ, ഗ്രേറ്റർ ഫ്രാക്ഷൻ. ഇനി അതല്ല ന്യൂമറേറ്ററാണ് സെയിം എങ്കിൽ ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതാണ് വലിയ ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത അൺലൈക്ക് ഫ്രാക്ഷൻസ് 2/5, 3/10. നമുക്കിത് ഈ പെട്ടെന്ന് ഇപ്പോൾ MCQനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതണമെങ്കിൽ അതും പറയാം. നമുക്ക് 2 × 10 20, 5 × 3 50. ഈ നമ്പറല്ലേ വരുന്നത്, നമുക്ക് ഇങ്ങോട്ടും കൊടുത്താൽ മതി. 3/7 1/2, 6 7 × 1 7. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കേട്ടോ, അങ്ങനെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഏത് വരും? 3/7 ലെസ് ദാൻ 1/2. ചെറിയ ക്ലാസ്സിന് സ്റ്റെപ്പൊക്കെ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 5ഉം 10ഉം LCM എടുക്കണം. അപ്പോൾ 5 10 LCM എത്രയാണ്? കഴിഞ്ഞ ഇതിൽ LCMത്തിൽ ഞാൻ പറഞ്ഞു, ഒരു നമ്പർ മറ്റേ നമ്പറിൻ്റെ മൾട്ടിപ്പിളാണ് വരുന്നതെങ്കിൽ ആ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും LCM. 5 10, 10 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 5, സോ LCM ഈസ് 10. ഇത് സ്റ്റെപ്പായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ എഴുതണം. ഇപ്പോൾ 2/5 അതിനെ നമുക്ക് 10 ഡിനോമിനേറ്റർ വരണം. അപ്പോൾ നമുക്ക് നോക്കണം, 5 × 2 ആണ് 10, 2 × 2 4, 3/10 അതുപോലെ എഴുതിയാൽ മതി. ഇപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ ആയല്ലോ, ഡിനോമിനേറ്റർ സെയിം ആയി, ഏതാണ് വലുത്? 4. സോ 4/10 ഈസ് ഗ്രേറ്റർ ദാൻ 3/10. സോ 2/5 ഈസ് ഗ്രേറ്റർ ദാൻ. ഇങ്ങനെയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് MCQനൊക്കെ ചോദിച്ച് പെട്ടെന്ന് എഴുതണം. അല്ലാതെ 2 മാർക്സിനൊക്കെ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണം. അഡീഷൻ സബ്ട്രാക്ഷൻ. അഡീഷൻ ആണെങ്കിൽ ലൈക്ക് ടേംസ് ആണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. 7 + 1 8. സബ്ട്രാക്ഷൻ ആണെങ്കിൽ 7 - 1 6/10. ഡിഫറൻ്റ് ആണെങ്കിൽ LCM എടുക്കണം. 3/5 + 2/10 അല്ലെങ്കിൽ 2/50. 15 കിടക്കും. ഇവിടെ 5ഉം 15ഉം ആകുമ്പോൾ LCM എന്നൊക്കെ അറിയാം, 15. 5 × 3, 3 × 3 9, 15 15. ഈ നമ്പർ നമ്മളൊന്നും എഴുതണ്ട, അതേപോലെ എഴുതുക. 5 × 3 15, 3 × 3 11/50. സബ്ട്രാക്ഷന് ഇതുപോലെ തന്നെ നമ്മളത് മൈനസ് ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് മിക്സഡ് ന്യൂമറൽ അതും കൂടെ നോക്കാം. 7 and 3/5 minus 2 and 1/10. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? രണ്ടിനെ ഇംപ്രോപ്പർ ആക്കുക. 7 × 5 35, 35 + 3 38. 2 × 10 20, 20 + 1 5 10. LCM 10. 5 × 2 38 × 2 10 10. ഈ ന്യൂമറേറ്റർ നമ്മൾ അതേപോലെ എഴുതുക. ഇത് ഇംപ്രോപ്പർ ആയതുകൊണ്ട് നമുക്ക് ആൻസർ മിക്സഡിൽ എഴുതാം. 5 times 5 and 5/10. പിന്നെ 5/10നെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് എഴുതാം. 5 and 1/2 അങ്ങനെ എഴുതാം. നമുക്ക് ഇക്വലൻ്റ് ഫ്രാക്ഷൻ ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ചോദിക്കും. റൈറ്റ് 3 equivalent fractions for 3/7.
3/7 3 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ 4 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ചോദിച്ചാൽ നമുക്ക് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 3 × 3 7 × 3 9/21. 3/7 3 × 4 7 × 4. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരേ നമ്പർ ആയിരിക്കണം, അതാണ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ്. അതേപോലെ ഡിവൈഡും ചെയ്യാം. 10/15 ഇക്വലൻറ്റ് ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞ് നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 5. 10 ഡിവൈഡഡ് ബൈ 5 15 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 2/3. ഇക്വലൻറ്റ് ഫ്രാക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെയിം നമ്പർ ഓർ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെയിം നമ്പർ. അതാണ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ LCMത്തിൻ്റെ ആവശ്യമില്ല. 1/3 ഓഫ് 2 and 1/5. ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ. 2 and 1/5. 2 × 5 10 10 + 1. 3ഉം 11ഉം ക്യാൻസൽ ആകത്തില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ലോവസ്റ്റ് ടേം ആക്കുക. എങ്കിൽ 1 × 11 3 × 5. ഡിവൈഡ് നോക്കാം. 3 and 1/7 divided by 5. 3 × 7 21. 21 + 1 22. ഡിവൈഡഡ് എന്നുള്ളത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എഴുതണം. ഈ ഡിവൈഡ് കഴിഞ്ഞിട്ട് എന്ത് നമ്പറാണോ വരുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. റെസിപ്രോക്കൽ ഓഫ് 5 എത്രയാണ്? 1/5. 22/35. തിരിച്ച് നമുക്ക് ഒരു നമ്പർ നോക്കാം. സബ്ട്രാക്റ്റും കൂടെ 2 ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 6 ഡിവൈഡഡ് ബൈ 2 and 1/3. നമ്മളിവിടെ 6 അതേപോലെ എഴുതുക. ഡിവൈഡ് അത് നോക്കി ഇതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ആക്കണം. 2 × 3 6 6 + 1 6. ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു എഴുതുക, നേരെ തിരിച്ചിടുക. അതാണ് റെസിപ്രോക്കൽ. 6ഉം 7ഉം കട്ടാവില്ല അല്ലേ? 18/7. 2 times 2 and 4/7. നമ്മൾ സബ്ട്രാക്റ്റിൽ അതിൽ 2 ക്വസ്റ്റ്യനും കൂടെ പറയാം. 3 - 4/5 ഇങ്ങനെ വരുമ്പോൾ 5 × 3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. -4 ഹോൾ ഡിവൈഡഡ് ബൈ 5 ഇങ്ങനെ എഴുതിയാൽ മതി. 11/5 അങ്ങനെ നമുക്ക് വേറെ 7/3 -1. 7 - 3 × 1 ഹോൾ ഡിവൈഡഡ് ബൈ 3 4/3. നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്റർ എല്ലാം എന്തായിരിക്കണം? പവേഴ്സ് ഓഫ് 10 10 100 അങ്ങനെ ആ ഒരു ഫോമിൽ വരണം. ഡെസിമൽസ് ഡിനോമിനേറ്റർ ഏത് ഫോമിലായിരിക്കണം? പവേഴ്സ് ഓഫ് 10. ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റർ 10 100 1000 എക്സെട്ര അങ്ങനെ വരണം. ത്രീ ബൈ 10 നമുക്ക് ഇതിൻ്റെ എങ്ങനെ ഡെസിമൽ ഫോം എഴുതാം? ഇവിടെ 10 ആണ് അല്ലേ? എത്ര മാത്രം ഒരു 0 അല്ലേ ഉള്ളൂ. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റേ വരുള്ളൂ, അങ്ങനെ ഓർക്കുക. ഇവിടെ നമുക്കൊരു 0 കൊടുക്കുക. 0.3. 17/10 ഇങ്ങനെയായിരുന്നെങ്കിലോ 107. ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. 1.7. 234/100 1 2. എത്ര 0 ഉണ്ടെന്ന് നോക്കുക. അത്രയും ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റുക.
ഡെസിമൽ പോയിൻറ്റ് 2.34. ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ 2.34, ചില കുട്ടികൾ 2.34 അങ്ങനെ വായിക്കുമ്പോൾ ഞാൻ പറയും അവരോട് അങ്ങനെ വായിക്കരുത്, 2.34 അങ്ങനെ വായിക്കാൻ പറയും. 1.7, 2.315 അങ്ങനെ ഓരോ ഡിജിറ്റായിട്ട് വായിച്ചാൽ മതി. ഇപ്പോൾ ഫ്രാക്ഷൻ തന്നിട്ട് നമുക്ക് തിരിച്ച് ഡെസിമലായിട്ട് ഡിവൈഡ് വിത്തൗട്ട് ഡിവൈഡിങ് ഫൈൻഡ് ദ ഡെസിമൽ ഫോം എന്ന് ചോദിച്ചാൽ 1/5 നമുക്കറിയാം. അപ്പോൾ 5 കഴിഞ്ഞ് ആദ്യം 10 ആക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ 100 നോക്കുക, 100 ആക്കാൻ പറ്റില്ല 1000 നോക്കുക. അപ്പോൾ 5നെ നമുക്ക് 10 ആക്കാമല്ലോ. 5 × 2, 1 × 2, 2/10, 0.2, 3/20. നമുക്ക് ഡിവൈഡ് ചെയ്യാതെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. 10, 100, 1000 അങ്ങനെ. അപ്പോൾ നമുക്ക് 100 ആക്കാൻ എളുപ്പമാണ് അല്ലേ. 20 × 5, 3 × 5, 15/100, that is 0.15. 7/25. 25 ആകുമ്പോൾ നമ്മൾ ഇതാക്കാം 100 ആക്കാം അല്ലേ. 25 × 4, 7 × 4, 0.28. 6/125. അപ്പോൾ 125 ആണ് വരുന്നതെങ്കിൽ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 125 × 8 എത്രയാണ്? 1000. ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ. 8, 4, നമ്മളിവിടെ ഒരു 0 കൊടുക്കുക, നമുക്കിവിടെ ഒരു 0 കൊടുക്കാം. 0.048. അപ്പോൾ 125 ആണ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 ആണെങ്കിൽ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 125 × 8 എത്രയാണ്? 1000. 6 × 8, 48. ഇവിടെ 2 ഡിജിറ്റ്സേ ഉള്ളൂ. 8, 4, 0 പിന്നെ ഒരു പോയിൻ്റ് കൊടുക്കുക. 0.048. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഫ്രാക്ഷനായിട്ട് മാറ്റാം. നമ്മൾ ആഡ് ചെയ്യണമെങ്കിലോ സബ്ട്രാക്ട് ചെയ്യണമെങ്കിലോ ലൈക്ക് ഡെസിമൽ ആക്കണം. ലൈക്ക് ഡെസിമൽസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ആഡ് 3.5 ആൻഡ് 1.275. ഇത് ലൈക്ക് ഡെസിമൽസ് അല്ല അല്ലേ. 3.5, 1.275. നമുക്ക് ലാസ്റ്റ് എത്ര 0 വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ വാല്യൂ ഇല്ല. 0, 0. 3.500 എന്ന് പറയുന്നതും 3.5 എന്താണ്? സെയിം ആണ്. നമുക്ക് ലൈക്ക് ഡെസിമലായി ഇനി പ്ലസ് ചെയ്യാം. 0 + 5, 5, 7, 7, 4, 4. ഇതുപോലെയാണ് സബ്ട്രാക്ട്. Subtract 3.75 from 6. എപ്പോഴും നമ്മൾ ഫ്രം കഴിഞ്ഞിട്ട് ഏതാണ് അത് വേണം ആദ്യം എഴുതാൻ. ഇവിടെ നമുക്ക് 6 ഡെസിമൽ ഫോമേ ഇല്ല അല്ലേ, പോയിൻ്റ് ഇല്ല. ഇവിടെ എത്ര പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 2. അപ്പോൾ നമ്മൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 6.00 മൈനസ് 3.75. ബോറോ ചെയ്യുക. 10, 9, 5. തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 5 + 5 10, 1 + 2 3 + 7 10, 3 + 3 6. ഇനിയിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 3.2 × 0.1. നമുക്കിവിടെ 32 ന്യൂമറൽ ഏതാണെന്ന് നോക്കാം. 32 × 1. 1 ചെയ്യണമെന്നല്ല, ഞാൻ വേറെ ഡിജിറ്റാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കാണിച്ചു എന്നേ ഉള്ളൂ. 32 × 1 എത്ര? 32. അപ്പോൾ അവിടെ 32. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 1, 2. ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. 0.35 × 0.12.
ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 35 ഇൻറ്റു 12. ഇവിടെ നമ്മൾ 32 ഇൻറ്റു 1 32 നമുക്ക് അറിയാം, അതുകൊണ്ട് പെട്ടെന്ന് എഴുതും. ഇവിടെ നമ്മൾ ആദ്യം 35 ഇൻറ്റു 12 ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം എഴുതുക 4 2 0. എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 1 2 3 4. 1 2 3. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 കൊടുത്തിട്ട് ഇവിടെ പോയിൻ്റ് കൊടുക്കും. ഇവിടെ ഒന്നും ഇല്ലാത്ത ഹോൾ നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 പോയിൻ്റ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 0.0420. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 1.12 എന്നായിരുന്നെങ്കിലോ 112 ഇൻറ്റു 35 നോക്കണം. ഇവിടെ 0.12 ആയതുകൊണ്ട് 12. 0.35 35. 35ഉം 12ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്ര കിട്ടി? 420 എഴുതുക. 1 2 3. 4 ഡെസിമൽ പ്ലേസസ് വേണം, അതിനാണ് നമ്മളിവിടെ 0 കൊടുത്തത്. 0.0. ത്രീ 3.5 ഇൻറ്റു 100. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് ഇത് ഇൻറ്റു ചെയ്തിട്ട് ഡെസിമൽ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ 35 ഇൻറ്റു 100 എത്രയാണ്? 2 zeros കൊടുക്കുക. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് കൊടുക്കുക. പോയിൻ്റ് കഴിഞ്ഞ് 0 മാത്രമല്ലേ ഉള്ളൂ. 350. അങ്ങനെ ചെയ്യാം. ഡിവൈഡും കൂടെ 3.6 divided by 1.2. 3.6 by 1.2. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ഡിജിറ്റേ ഉള്ളൂ അല്ലേ. മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 10. ഇനി അത് പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ. 36 by 10 3.6ന്. 1.2നെ എങ്ങനെ എഴുതാം? 12 by 10. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്താലും മതി. അതൊരു മെത്തേഡ്. ഇനി അതല്ലെങ്കിൽ പോയിൻ്റ് കഴിഞ്ഞ് ഓരോ ഡിജിറ്റേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഡിജിറ്റ് അങ്ങ് മാറ്റി എഴുതാം. ന്യൂമറേറ്റർ 36 by 12 3. അങ്ങനെ ചെയ്യാം. ആൻസർ 3. ഡെസിമൽ പഠിച്ച് വരുന്ന കുട്ടികൾക്കാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. വലിയവർക്കൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ. 1.25 ഡിവൈഡഡ് ബൈ 0.5. എനിക്ക് 1.25ന് നമുക്ക് എങ്ങനെ എഴുതാം? 125 ബൈ, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 0 ഇവിടെ കൊടുക്കുക, പിന്നെ ഒരു 1 കൊടുക്കുക, ഡിവൈഡഡ് ബൈ 0.5 5 ബൈ 10. പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ. 125 ബൈ 100 ഇൻറ്റു 10 ബൈ 5. 10 10 ക്യാൻസൽ. 5ഉം 125ഉം കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 25. 25 ബൈ 10. ഒറ്റ 0 ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ചെയ്യുന്നു, ഒരേ ഒരു ഡിജിറ്റ് മാറ്റുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പെർസെൻറ്റേജ്, റേഷ്യോ, പെർസെൻറ്റേജ്, ഇങ്ങനെ നമുക്കൊരു 10 ക്ലാസ്സസ് നോക്കാം. ഇപ്പോഴത്തെ സ്കൂള് തുറക്കാറാവും അല്ലേ. പിന്നെ ഇൻ്റർനാഷണൽ ആൻഡ് ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ട്, മിസ് എന്ത് വലിയ ക്ലാസ്സിനെ ഇടത്തുള്ളൂ. ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ സിസ്റ്റം ഒന്ന് ഇടണേ മിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.